ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു മാംഗോ കപ്പ് കേക്കിന്റെ റെസിപ്പി ആയിട്ടാണ്. ഓവൻ ഇല്ലാതെയും കപ്പ് കേക്കിന്റെ മോൾഡ് ഇല്ലാതെയും നമുക്കിത് ചെയ്തെടുക്കാൻ പറ്റും. അതിനായിട്ട് ഒരു ബൗൾ എടുത്ത് 1 കപ്പ് മൈദ, 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ എന്നിവ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് മാറ്റി വെക്കുക. വേറൊരു ബൗളിൽ 1 മുട്ട, 1 ടീസ്പൂൺ വനില എസൻസ് ചേർത്ത് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്യാം. ഇനി 1/2 കപ്പ് പൊടിച്ച പഞ്ചസാര കുറേശ്ശെയായിട്ട് ചേർത്ത് കൊടുക്കാം. പഞ്ചസാര ചേർക്കുന്ന സമയത്ത് ലോ സ്പീഡിലും പഞ്ചസാര മുഴുവനായിട്ട് ചേർത്ത് കഴിഞ്ഞാൽ ഹൈ സ്പീഡിലും ഇട്ട് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്യാം. മുട്ട നല്ല ഫ്ലഫി ആകുന്നത് വരെ ബീറ്റ് ചെയ്യാം. ഇനി ഒരു 1/4 കപ്പ് ഓയിൽ ചേർത്ത് ജസ്റ്റ് ഒന്ന് ബീറ്റ് ചെയ്യാം. ഇനി ഇതിലേക്ക് 1/2 കപ്പ് പാല് ചേർത്ത് കൊടുക്കാം. ഇനി ഒരു മാങ്ങ കുറച്ച് പാലിൽ മിക്സിയിലിട്ട് നന്നായിട്ട് അടിച്ചെടുത്തിട്ട് 1/2 കപ്പ് അളവിൽ ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇനി നേരത്തെ അരിച്ച് മാറ്റി വെച്ച ഡ്രൈ ഇൻഗ്രീഡിയൻസ് കുറേശ്ശെയായിട്ട് ചേർത്ത് കൊടുക്കാം. കട്ടകളൊന്നും ഇല്ലാതെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇനി നമുക്ക് ഇഷ്ടമുള്ള നട്ട്സൊക്കെ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ചേർത്തത് 1 ടേബിൾ സ്പൂണ് കറുത്ത മുന്തിരിയും 1/4 കപ്പ് അളവിൽ ടൂട്ടി ഫ്രൂട്ടിയാണ്. ഇനി കപ്പ് കേക്ക് ഉണ്ടാക്കുന്ന മോൾഡ് എടുത്തിട്ട് ഇതുപോലെ ഒരു 1/4 ഭാഗത്തോളം ഒന്ന് വെച്ച് കൊടുക്കാം. റീഹീറ്റ് ചെയ്ത ഓവനിൽ 180 ഡിഗ്രി സെൽഷ്യസിൽ 15 to 20 മിനിറ്റ് ഇത് ബേക്ക് ചെയ്യാൻ വെക്കുന്നുണ്ട്. ഇരുപത് മിനിറ്റ് കൊണ്ട് ഇത് ബേക്കായി വന്നിട്ടുണ്ട്. അപ്പോൾ കണ്ടില്ലേ, നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ല അടിപൊളി കപ്പ് കേക്ക് റെഡിയായി. ഇനി ഇത് ഓവൻ ഇല്ലാതെ എങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം. ഇതുപോലത്തെ ഒരു പാത്രം എടുത്തിട്ട് കുറച്ച് ഓയിൽ ബ്രഷ് ചെയ്ത് 1/4 ഭാഗത്തോളം ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതൊന്ന് അടച്ച് വെച്ച് ഒരു 10 മിനിറ്റ് ലോ ഫ്ലെയിമിലൊന്ന് വേവിച്ചെടുക്കാം. ഒരു 10 മിനിറ്റ് ഒക്കെ കൊണ്ട് തന്നെ ഇത് റെഡിയായി കിട്ടിയിട്ടുണ്ട്. പിന്നെ രണ്ടിൻ്റെ ടേസ്റ്റിൽ വലിയ മാറ്റമൊന്നുമില്ല. പിന്നെ ഓവനിൽ കപ്പ് കേക്കിൻ്റെ മോൾഡിലൊക്കെ വെച്ച് ചെയ്യുമ്പോൾ കാണാനൊരു ഭംഗിയുണ്ടാവും, അത്രേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണേ.